റിപ്പോർട്ടർ ടി വിയുടെ ഓണറായിട്ടുള്ള ആൻഡോ അഗസ്റ്റിനെതിരെ ഇപ്പോൾ കേരളത്തിൽ ഏതാണ്ട് നിരവധി പരാതികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കളമശ്ശേരിയിലൊരു കൗൺസിലറായിട്ടുള്ള റിയാസ് പരാതി കൊടുത്തിട്ടുണ്ട്. കൂടാതെ പാലക്കാട് നിന്നും നിരവധി പരാതികൾ വന്നിട്ടുണ്ട്. അതെല്ലാം തന്നെ കോൺഗ്രസിൻ്റെ ആളുകളാണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതിലേക്ക് നയിച്ചിട്ടുള്ള ഒരു കാരണമെന്ന് പറയുന്നത് അദ്ദേഹം ഷാഫി പറമ്പിലിനെ കുറിച്ച് നടത്തിയിട്ടുള്ള ഒരു പരാമർശമാണ്. അതായത് നിലവിൽ വടകര MP ആയിട്ടുള്ള കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള ഷാഫി പറമ്പിലിനെ കുറിച്ച് അദ്ദേഹം ഒരു പരാമർശം നടത്തി. ആ പരാമർശം ഇതാണ്: ഷാഫി പറമ്പിൽ കേരളം മുഴുവൻ ഓടി നടന്ന് പ്രചാരണം നടത്തുന്നു, കൺസോൾട്ടേഷൻ ഉണ്ടാക്കുന്നു, ഏകീകരണം നടത്തുന്നു എന്നാണ് പറയുന്നത്. അത് 60ഓളം മണ്ഡലങ്ങളിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷേ 60ഓളം മണ്ഡലങ്ങളിൽ ഷാഫി പറമ്പിൽ പോയി ഏകീകരിക്കുന്നത് മുസ്ലിം സമുദായത്തെയാണ്. പക്ഷേ അങ്ങനെ സമുദായത്തെ ഏകീകരിക്കുമ്പോൾ മറ്റ് സമുദായങ്ങൾ കൂടി ഏകീകരിക്കും എന്നൊരു കാര്യമുണ്ട് എന്ന് പറയുന്ന ഒരു കമൻ്റാണ് ആൻഡോ അഗസ്റ്റിൻ പറഞ്ഞത്. അപ്പോൾ ഈ കമൻ്റാണ് നമ്മളിന്ന് വിശകലനം ചെയ്യുന്നത്. ഇത് ശരിയാണോ അല്ലയോ എന്നുള്ളതാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ആൻഡോ അഗസ്റ്റിൻ ഇത്തവണ മാത്രമല്ല പുലിവാല് പിടിക്കുന്നത്. ഇതിനു മുമ്പ് മറ്റേ രാഹുൽ ഗാന്ധിയെക്കുറിച്ചും ഇതുപോലെ ചില പരാമർശങ്ങൾ നടത്തുകയുണ്ടായി. അതായത് രാഹുൽ ഗാന്ധി അവിടെ ഒന്നും ചെയ്തില്ല, വെറുതെ അങ്ങോട്ടും കൂടെ നടക്കണമായിരുന്നു MP ആയിട്ട് എന്ന് പറഞ്ഞ് ചില പരാമർശങ്ങൾ നടക്കുകയും പിന്നെ കുറേ നാൾ കോൺഗ്രസ്സുകാർ ചാനൽ ചർച്ചകൾക്ക് വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്മൃതി പരുത്തിക്കാടിൻ്റെയും മറ്റുള്ളവരുടെയൊക്കെ ചർച്ചകളൊക്കെ തന്നെ ബഹിഷ്കരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ സ്മൃതി പരുത്തിക്കാട് ചർച്ച നടക്കുന്നതുകൊണ്ട് തന്നെ കോൺഗ്രസ്സുകാർക്ക് അറിയാം ഇനി ചർച്ചയ്ക്ക് വന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളത് അവർക്കറിയാം. കാരണം സ്മൃതിയാണ് ചർച്ച നടത്തുന്നത്, കോൺഗ്രസിൻ്റെ വാദങ്ങൾ സ്മൃതി തന്നെ കൃത്യമായിട്ട് അവതരിപ്പിച്ചോളും എന്നുള്ളത് അവർക്കറിയാം. അതുകൊണ്ട് അവർ ചർച്ചയ്ക്ക് വന്നില്ല. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും സ്മൃതി പരുത്തിക്കാട് എക്സിക്യൂട്ടീവ് എഡിറ്റർ എന്നുള്ള നിലയിൽ കത്ത് കൊടുക്കുകയും പിന്നെ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരൊക്കെ വീണ്ടും ചർച്ചയ്ക്ക് വരികയൊക്കെ ചെയ്തു. ചർച്ചയ്ക്ക് വന്നാലും ഇല്ലെങ്കിലും ഒന്നും പ്രത്യേകിച്ച് കാര്യമില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇതൊക്കെ നമ്മൾ ആൻഡോ അഗസ്റ്റിൻ പറഞ്ഞേക്കങ്ങൾ മാറ്റി വെക്കാം. ഈ ആരോപണം യഥാർത്ഥത്തിൽ ആൻഡോ അല്ല ആദ്യമായി പറയുന്നത്. ഈ ആരോപണം ഏറ്റവും ആദ്യമായി പറയുന്ന ഒരാളെന്ന് പറയുന്നത് KJ ജേക്കബ് എന്ന് പറയുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ജേർണലിസ്റ്റാണ്. അദ്ദേഹം ഒരു പരിപാടിയിലിരുന്ന് പറയുന്ന ഒരു വാചകമുണ്ട്. ഞാനതിൻ്റെ ഒരു ഒരു ചെറിയ ക്ലിപ്പിംഗ് മാത്രമേ കണ്ടിട്ടുള്ളൂ. അതിൽ അദ്ദേഹം പറയുന്നത്, കേരളത്തിൽ വളരെ അപകടകരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാളാണ് ഷാഫി പറമ്പിൽ എന്നാണ് പറയുന്നത്. അങ്ങനെ അദ്ദേഹം ഷാഫി പറമ്പിൽ എന്ന് പറയും, അത് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വിശദീകരണം എന്ന് പറയുന്നത് ഞാൻ ഇന്ന് രാവിലെയും അദ്ദേഹത്തോട് വിളിച്ച് സംസാരിച്ചിരുന്നു എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു ആംഗിൾ എന്നുള്ളത്. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മതപരമായി മതത്തെ തന്നെ പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു പ്രചരണത്തിന് ഉപയോഗിക്കുന്ന അപകടകരമായിട്ടുള്ള ഒരു പ്രവണത ഷാഫി പറമ്പിൽ നടത്തുന്നുണ്ടോ എന്ന് പറയുന്ന ഒരു സംശയമാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ കാഫിർ സ്ക്രീൻഷോട്ടുകളായാലും അല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ നമുക്കറിയാം ഇപ്പോൾ പേരാമ്പ്രയിൽ ഉണ്ടായിട്ടുള്ള വിവാദം എന്ന് നമുക്കറിയാം, ഖൗമിൻ്റെ കുട്ടിയാണ് എന്ന് പറയുന്ന, അതായത് നമ്മുടെ കുട്ടിയാണ് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാവുകയും ഗ്രൗണ്ട് ലെവലിൽ ഷാഫി പറമ്പിൽ സ്വന്തം ആളുകളെ കൊണ്ട് ഇത് നമ്മുടെ ആളാണ് എന്ന് പറഞ്ഞു കൊണ്ട് പറയുകയും അതിൻ്റെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു അർത്ഥം വരുന്നത് നമ്മുടെ മതത്തിൻ്റെ ആളാണ് എന്നുള്ള നിലക്കുള്ള അർത്ഥം വരുന്ന കാര്യത്തിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ടോ എന്ന് പറയുന്ന സംശയമാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന KJ ജേക്കബ് എന്ന് പറയുന്ന വളരെ സീനിയർ ആയിട്ടുള്ള ഡെക്കാൻ ക്രോണിക്കിളിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു പത്രപ്രവർത്തകൻ കൂടി നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു വാസ്തവം എന്താണ് എന്നുള്ളത് കൂടി നമ്മളൊന്ന് പരിശോധിക്കണമല്ലോ. ഇപ്പം എല്ലാവരും കയറി ആൻഡോ അഗസ്റ്റിൻ്റെ പുറത്ത് പൊങ്കാലയിടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ പിന്നെ KJ ജേക്കബ് സാറിൻ്റെ അടുത്ത് ആരും ഇതുവരെ ചെന്നില്ല. കാരണം അദ്ദേഹം ഒരു ലെഫ്റ്റ് നിലപാടെടുക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകരാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലൊക്കെ തന്നെ അത്തരത്തിലുള്ള നിരവധി എഴുത്തുകളൊക്കെ തന്നെ വരാറുണ്ട്. അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ തവണ ഒരു ലോങ് വീഡിയോ MV നികേഷ് കുമാറൊക്കെ ചെയ്തതിൽ അദ്ദേഹം കൂടിയിരുന്നിരുന്നു. അത് നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ട്. ഷൈല ടീച്ചറും അദ്ദേഹവും ഒക്കെ കൂടിയിരുന്നാണ് മെഡിക്കൽ രംഗത്തെക്കുറിച്ച് വലിയ ചർച്ചകളൊക്കെ തന്നെ നടത്തിയത്. അപ്പോൾ അതിലേക്കൊന്നും നമ്മൾ കിടക്കുന്നില്ല. നമ്മൾ എടുക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഷാഫി പറമ്പിലിൻ്റെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളതാണ്. ഷാഫി പറമ്പിലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഷാഫി പറമ്പിൽ എങ്ങനെയാണ് കൂടുതൽ ജനകീയനാകുന്നത് എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അദ്ദേഹം വളരെ ഗംഭീരമായി പ്രസംഗിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണോ? അതല്ലെങ്കിൽ അദ്ദേഹം ഏതെങ്കിലും കാര്യങ്ങളിൽ അതിഗംഭീരമായിട്ടുള്ള നിലപാടുകൾ എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണോ? അതല്ലെങ്കിൽ അദ്ദേഹം യൂത്ത് കോൺഗ്രസ് എന്നുള്ള നിലവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ വളരെ മികച്ച ഒരു സംഘാടകനായി അറിയപ്പെട്ടിരുന്ന ഒരാളാണോ? ഇത്തരത്തിലുള്ള ഒരു കാര്യവുമില്ല. നമ്മുടെ നാട്ടിൽ പലപ്പോഴും പല ഐക്കണുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ AK ആൻ്റണി എന്ന് പറയുന്ന ഒരു ഐക്കൺ ഉണ്ടായിരുന്നു. അദ്ദേഹം നമുക്കറിയാം കൃത്യമായി
ഒരു ആദർശ ധീരൻ എന്നുള്ള നിലക്കാണ് അദ്ദേഹത്തിന് ആ പട്ടം കിട്ടിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗമൊന്നും വലിയ ആകർഷകമൊന്നും അല്ലെങ്കിലും ആളുകളൊക്കെ കേൾക്കും, കാരണം അദ്ദേഹത്തോടുള്ള ഇഷ്ടം കൊണ്ടാണ്. അതുപോലെ നമുക്കറിയാം VM സുധീരൻ ഇതുപോലെ ആദർശ ധീരനായി അറിയപ്പെട്ടിരുന്ന ഒരാളാണ്. അതുപോലെ നിലപാടുകളുടെ കാർക്കശ്യം കൊണ്ടും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ കൊണ്ടും നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളായിരുന്നു. പ്രസംഗമൊന്നും അത്ര നല്ലതല്ലെങ്കിൽ VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന ഒരാൾ. അതുപോലെ പാവങ്ങളുടെ ഒപ്പം നിന്നിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് AKG അത്തരത്തിൽ വലിയ ഇമേജ് ബിൽഡ് ചെയ്തിട്ടുള്ള ഒരാളാണ്. EM ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ ദൈക്ഷണികമായിട്ടുള്ള നിലപാടുകൾ കൊണ്ട് പാർട്ടിയെ ഡിഫെൻഡ് ചെയ്യുന്നതിൽ കാണിച്ചിട്ടുള്ള മിടുക്കുകൾ കൊണ്ട് അദ്ദേഹം വളരെ സ്വീകാര്യനായി തീർന്നിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഇത്തരത്തിലൊന്നുമല്ലാതെ, അല്ലെങ്കിൽ MV രാഘവൻ എന്ന് പറഞ്ഞാൽ മികച്ച സംഘാടകനായിരുന്നു, വളരെ ഈ പറഞ്ഞ പോലെ ധൈര്യമുള്ള ഊർജ്ജസ്വലനായിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇത്തരത്തിലൊന്നുമല്ലാതെ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഞാൻ ഈ കൂട്ടത്തിൽ പേര് ചേർത്ത് K സുധാകരൻ പോലും ഒരു കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഇഞ്ചോടിഞ്ച് ഈ പറഞ്ഞ പോലെ ഏറ്റുമുട്ടി കണ്ണൂരിൽ നിന്ന് നയിച്ച ഒരാളാണ് എന്ന് നമുക്കറിയാം. അത്തരത്തിലുള്ള യാതൊരുവിധ കോൺട്രിബ്യൂഷൻ കൊടുക്കാതെ എങ്ങനെയാണ് ഷാഫി പറമ്പിൽ ഇത്തരത്തിൽ വലിയ ജനസ്വീകാരനായി ക്രൗഡ് പുള്ളർ എന്നുള്ള ലെവലിലേക്കൊക്കെ എത്തുന്നത് എന്നുള്ളത് എൻ്റെ പ്രേക്ഷകർ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഷാഫി ഒരു മോശക്കാരാണെന്നുള്ള അഭിപ്രായമൊന്നുമില്ല. ഈ കാലഘട്ടത്തിന് പറ്റിയ ഒരു രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, അദ്ദേഹത്തിൻ്റെ സൈബർ ക്യാമ്പയിനുകൾ അതിഗംഭീരമാണ് എന്നുള്ളതുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ വളരെ ഇമോഷണലായ ആളുകൾക്ക് കൈ കൊടുക്കുന്ന, ചിരിച്ചുകൊണ്ട് പോകുന്ന, വീഴുമെന്ന് നിലച്ചായ എന്ന് ചോദിക്കുന്ന അത്തരത്തിൽ വളരെ ഒരു മാസ് ഡയലോഗുകൾ ഏതാണ്ട് ഒരു സിനിമാ താരമൊക്കെ ഇറക്കുന്നത് പോലെ ഉള്ള റീലുകളിലൂടെ കടത്തിവിട്ടുകൊണ്ട് ആളുകളുടെ ഇടയിൽ ഒരു ഓറ ബിൽഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത്. അല്ലാതെ അദ്ദേഹം ഇന്ന് വരെ ഫലസ്തീൻ ഇസ്രായേൽ ഇഷ്യൂവിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗഹനമായിട്ടുള്ള ഒരു വാചകം പറയുന്നതായിട്ടോ ഒരു നിലപാട് പറയുന്നതായിട്ടോ പോലും നമ്മൾ കേട്ടിട്ടില്ല എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ അത്തരത്തിലൊന്നും ഒരു കോൺട്രിബ്യൂഷൻ നൽകാത്ത ആളുകൾക്ക് പോലും രാഷ്ട്രീയത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഇമേജ് ബിൽഡിംഗ് സാധ്യമാകും എന്ന് തെളിയിച്ച ഒരാളാണ് ഷാഫി പറമ്പിൽ. അദ്ദേഹം ഇലക്ഷനുകളെ കൃത്യമായി മാനേജ് ചെയ്യാൻ കഴിയുന്ന ഒരാളാണ് എന്നുള്ളതാണ് വാസ്തവം. രണ്ടാമത്തേത്, നമുക്ക് ഈ പറയുന്ന KJ ജേക്കബൊക്കെ പറയുന്ന കാര്യത്തെ പോലും നമുക്ക് തള്ളിക്കളയാൻ കഴിയാത്തത്, ഇങ്ങനെ ഒന്നുമല്ലാത്തൊരാൾ ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം ഒരു ക്രൗഡ് പുള്ളറാകുന്നു, ആൾ കൂടുന്നു എന്ന് പറഞ്ഞാൽ അതിനെന്താണ് കാരണം എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ ജേക്കബ് സാറൊക്കെ പറയുന്നത് പോലെ നമുക്ക് വിശ്വസിക്കാമെങ്കിൽ ഇത്തരത്തിലുള്ള ചില പ്രവണതകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ പോലെ മതത്തെ കൂടി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു മൊബിലൈസേഷൻ ആളുകളുടെ കയ്യിൽ നിന്ന് ഇടയ്ക്ക് നിന്ന് നടത്തുന്നുണ്ടോ എന്ന് പറയുന്ന ഒരു സംശയമാണ് ഉന്നയിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സംശയം ഉന്നയിക്കുന്നതിൻ്റെ ഒരു ഭാഗമായി കൂടിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ അറിയുന്ന ആൻഡോ അഗസ്റ്റിനൊക്കെ തന്നെ അത്തരത്തിലുള്ളൊരു കാര്യം പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് കാണണം. അല്ലാതെ നേരെ ഒരാളൊരു കാര്യം പറയുമ്പോൾ ഉടനെ തന്നെ ഈ പറയുന്ന പോലെ നമ്മൾ വടിയും വാളും ഒക്കെ എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ നേരെ ചെന്നിട്ടൊന്നും യാതൊരു കാര്യമില്ല. നിങ്ങൾ അറിയേണ്ടത് അത്തരത്തിൽ വളരെ കൃത്യമായി സോഷ്യൽ മീഡിയയെ തീറ്റിപ്പൊറ്റുന്ന, സോഷ്യൽ മീഡിയയെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരാളാണ് ഷാഫി പറമ്പിലിനൊപ്പം തന്നെ വലിയൊരു ടീമുണ്ട്. അതിനെ അദ്ദേഹം കാലാകാലങ്ങളായി കൊണ്ടു നടക്കുകയാണ്. അത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് നമുക്കറിയാം. ഇതിങ്ങനെ കൊണ്ടു നടക്കുകയും റീലുകൾ സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്യണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ വേണം. ഒന്ന്, പിണറായി വിജയനെ പോലുള്ള ആൾക്ക് വേണമെങ്കിൽ അത് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഗോവിന്ദ മാഷ്ക്ക് അത് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അവരുടെ കയ്യിൽ പണമൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അത്തരത്തിൽ ചെയ്യാനുള്ള ഒരു മനസ്സില്ല. കുറച്ചുകൂടി പച്ചയായി അവർ പ്രതികരിക്കുന്ന ആളുകളാണ് എന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അതേസമയം അവർക്കെല്ലാം മറ്റു പല കഴിവുകളുണ്ട്, സംഘടനയുടെ ബലമുണ്ട്, സംഘടനാ പ്രവർത്തനമുണ്ട്, വളരെ ശക്തിയേറിയ നിലപാടുകളുണ്ട്, ഷാർപ്പായിട്ടുള്ള ഉത്തരങ്ങളുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾ അറിയണം. പക്ഷെ ഇതൊന്നും ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചോളം അതൊക്കെ തന്നെ ബിൽഡ് ചെയ്യാൻ വേണ്ടി മാത്രം ഇത്തരത്തിലുള്ള ഒരു സംഘത്തെ കൊണ്ടു നടക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. കോൺഗ്രസിൻ്റെ പോലും ഐഡിയോളജികളെക്കുറിച്ച് ഒരു VT ബൽറാം പറയുന്ന അത്രയും പോലും നമ്മൾ ഒരിക്കലും ഷാഫി പറമ്പിൽ പറഞ്ഞ് കേട്ടിട്ടില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരാൾ ഇത്തരത്തിലുള്ള ഒരു ഇമേജ് ബിൽഡ് ചെയ്യാൻ മനഃപൂർവ്വമായി ഈ സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുന്നു എന്ന് വെക്കണം. അതല്ലെങ്കിൽ തീർച്ചയായിട്ടും എങ്കിൽ പോലും ഇത് പൂർണ്ണമായും സാധ്യമാകണമെങ്കിൽ ഇത്തരത്തിലുള്ള ഈ പറയുന്ന പോലെ മതവും അതിൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയൊക്കെ തന്നെ കൂട്ടിക്കലർത്തിക്കൊണ്ടുള്ള ഒരു മൊബിലൈസേഷൻ ഉണ്ടാകുന്നുണ്ടോ എന്ന് പറയുന്ന സംശയത്തിന് തീർത്തും അടിസ്ഥാനമില്ല എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല എന്ന് മാത്രമാണ് എനിക്ക് ഈ വേളയിൽ പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ അറിയേണ്ടത് ഇതൊക്കെ ഇൻ്റർനാഷണലി തന്നെ ലോകത്ത് പലയിടങ്ങളിലും അതിഗംഭീരമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നിങ്ങൾ ഒന്ന് ആലോചിക്കണം. എർദോഗാൻ എന്ന് പറയുന്ന തുർക്കിയിൽ ഭരണത്തിലിരുന്ന ഭരണാധികാരി അവിടെ ഉണ്ടായിട്ടുള്ള അതിഭീകരമായിട്ടുള്ള ഭൂകമ്പത്തിന് ശേഷവും ആ ഭൂകമ്പം നടന്ന സ്ഥലങ്ങളിൽ നിന്ന് പോലും എങ്ങനെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നമ്മൾ പഠിക്കുമ്പോൾ വളരെ കൃത്യമായി അറിയാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 1,40,000-ഓളം വരുന്ന ടിക്ടോക്ക് അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യുകയും ആ ഹാക്ക് ചെയ്ത അക്കൗണ്ടുകളിലൂടെ നിരവധി റീലുകളും ഷോർട്സുകളും ഒക്കെ പ്രചരിപ്പിക്കുകയും അത്തരത്തിലൊരു തെറ്റായ നറേറ്റീവുകൾ ഉണ്ടാകുകയും ചെയ്തുകൊണ്ടാണ്. കേരളത്തിലുമൊക്കെ അത് സംഭവിക്കുന്നുണ്ട്.
ഇപ്പം ചില മാധ്യമങ്ങൾ വലിയ അജണ്ടകളോടുകൂടി ചില യൂട്യൂബ് മാധ്യമങ്ങളൊക്കെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ ജനപ്രിയനാണെന്ന് വരുത്തി തീർക്കുന്നുണ്ട്. നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഇറങ്ങി, അത് 14 ലക്ഷം പേര് കണ്ടു. അത് പിണറായിയുടെ അന്തകനായി തീർന്ന ഒരു വീഡിയോ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില യൂട്യൂബർമാരൊക്കെ വീഡിയോ എന്ന് കണ്ടു. യഥാർത്ഥത്തിൽ അതിൻ്റെ താഴേക്ക് നമ്മൾ വളരെ കൃത്യമായി പരിശോധിച്ചാൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം, ഏതോ ചൈനീസ് കമ്പനി പറഞ്ഞ പോലെ വ്യാജമായി നിർമ്മിച്ചു കൊടുത്തിട്ടുള്ള നിരവധി പറഞ്ഞ പോലെ ലൈക്കും ഷെയറുകളും ഫോളോവേഴ്സും ഒക്കെ അതിനുണ്ടെന്ന് നമുക്ക് കാണാം. എന്ന് പറഞ്ഞാൽ, കൃത്യമായി പറഞ്ഞാൽ, മലയാളം അറിയാത്ത നിരവധി ആളുകൾ പോലും അതിൽ ലൈക്കും ഷെയറും അതുപോലെ കമൻറ്റുകളും ഒക്കെ അടിച്ചിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ, വളരെ കൃത്യമായി പറഞ്ഞാൽ, മലയാളം അറിയാത്ത ആളുകൾ പോലും രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വീഡിയോകൾ കണ്ട് കോരിത്തരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി അതുപോട്ടെ, ഇത് ഞാൻ പറഞ്ഞു വന്നത് ലോകത്ത് നമ്മൾ എർദോഗാൻ്റെ കാര്യമാണ്. ഇവിടെയും ചില ഉദാഹരണങ്ങളുണ്ട് എന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇനി അടുത്തത് നമുക്കറിയാം, ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേക്ക് വരുമ്പോൾ വളരെ കൃത്യമായി സോഷ്യൽ മീഡിയകളുടെയും ഗൂഗിൾ സെർച്ച് എഞ്ചിനുകളുടെയൊക്കെ തന്നെ ഇത്തരത്തിൽ വംശീയമായിട്ടുള്ള വർണ്ണപറയുടെയും ഒക്കെ വാക്കുകളുടെ ഒരു സർജ് കണ്ടിരുന്നു എന്നുള്ളത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നടത്തിയിട്ടുള്ള പഠനം തെളിയിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ നിങ്ങൾ അറിയേണ്ടത്, വളരെ ക്രൂരനായിട്ടുള്ള ഒരു ഭരണാധികാരി, ഒരു പട്ടാള ജനറലായിരുന്ന പ്രഭാവോ സുബിയാന്തോ എന്ന് പറയുന്ന ഇന്തോനേഷ്യയിലെ ഒരു ഭരണാധികാരി ടിക്ടോക്കുകളിലൂടെ മാത്രം അദ്ദേഹം പാട്ട് കളിക്കുകയും ഡാൻസ് ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഒരു രാജ്യത്തെ ജനങ്ങളുടെ ഇടയിൽ തന്നെ ഒരു ഗമോയ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ആർക്കും ഇഷ്ടം തോന്നുന്ന ഒരു മുത്തച്ഛനായി മാറിക്കൊണ്ടാണ് അദ്ദേഹം അവിടെ തെരഞ്ഞെടുപ്പ് ജയിച്ചത് എന്ന് നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ ഇത്തരത്തിൽ വളരെ കൃത്യമായി സോഷ്യൽ മീഡിയകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ഇമേജ് ബിൽഡ് ചെയ്യാൻ കഴിയുന്ന, കുറേ കഴിഞ്ഞാൽ അത് ആളുകളും വിചാരിക്കും ഇവർ വലിയ ആളുകളാണെന്ന് തന്നെ തോന്നുന്ന ഒരു സംഭവം കൂടിയുണ്ട്. സിനിമകളിലാണ് ഇത് നേരത്തേക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവും, ഇപ്പോൾ ഋത്തിക് റോഷൻ എന്ന് പറയുന്ന ഒരു നടൻ ഒരു സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ ഒരു വാർത്ത വന്നത് ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്. അതായത് അദ്ദേഹം ഒരു വിമാനത്തിൽ കയറാൻ വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തു. ആ ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ ചുറ്റുമുള്ള മുഴുവൻ ടിക്കറ്റുകളും തരുണീമണികളായിട്ടുള്ള സുന്ദരികൾ, അതായത് വളരെ ടീനേജിലും അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ ചെറുപ്പക്കാരായിട്ടുള്ള സുന്ദരികളായിട്ടുള്ള സ്ത്രീകൾ എന്ത് ചെയ്തിരിക്കുന്നു, ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നു, ഇദ്ദേഹം കയറുന്നുണ്ട് എന്നറിഞ്ഞുകൊണ്ടൊരു വാർത്ത വന്നു. അത് അത്തരത്തിലുള്ളൊരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്നൊരു വാർത്ത വന്നാൽ നാച്ചുറലി അതിൻ്റെ പുറകെ പിന്നീട് സാധാരണക്കാരായിട്ടുള്ള ഒരു പൈസയും കിട്ടാത്ത, ഒന്നും മേടിക്കാത്ത, ഈ അജണ്ടകളൊന്നും അറിയാത്ത ആളുകൾ കൂടി അത്തരത്തിലുള്ള വാർത്തകളുടെ പുറകെ പോകുന്ന ഒരു കാര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. മനസ്സിലായോ? ഇപ്പോൾ രജനീകാന്തിൻ്റെ ഒരു സിനിമ ഇറങ്ങിയപ്പോൾ വളരെ സെലക്റ്റീവായവർ 1 മിനിറ്റിൻ്റെ ഒരു ക്ലിപ്പ് പുറത്തേക്ക് വിട്ടത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അത് വലിയ പ്രചാരം നേടി, കാരണം ലീക്കായി കിട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ അത് അവരുടെ സിനിമയുടെ പ്രവർത്തകർ തന്നെ മനഃപൂർവ്വമായി ലീക്ക് ചെയ്ത് കൊടുത്തതാണ്. ഇതേപോലെ തന്നെ നമ്മുടെ പല സിനിമകളിലും ഇത്തരത്തിലുള്ള ഹൈപ്പുകൾ ഉണ്ടാവാറുണ്ട്. എന്ന് പറഞ്ഞാൽ വലിയ കോടികൾ അവർ നേടിക്കഴിഞ്ഞു എന്ന് പറയുന്ന ഹൈപ്പ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ കോടികൾ ചെലവഴിച്ചുകൊണ്ട് പറയുന്ന സിനിമയാണെന്ന് ഹൈപ്പ് ഉണ്ടാക്കുന്നു. ഈ ഹൈപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു 10 സാധാരണ ആളുകൾ അത് കാണും. അപ്പോൾ അവരെന്തോ വലിയ സംഭവമാണെന്ന് വിചാരിച്ച് അവരുടെ പുറകെ പോകും. പിന്നെ നാച്ചുറലി സാധാരണക്കാരായ വീഡിയോകളും യൂട്യൂബേഴ്സും അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ആളുകൾ ഇതൊക്കെ എഴുതി തുടങ്ങും. അപ്പോൾ ഇതൊരു തരംഗമായി മാറുന്നൊരു പ്രവണതയുണ്ട്. അത്തരത്തിൽ പുതിയ കാലത്തെ ഒരു നേതാക്കന്മാരെ ക്രിയേറ്റ് ചെയ്യുന്ന രീതികളിൽ ഒരെണ്ണം ഇങ്ങനെ കൂടിയാണോ എന്ന് പറയുന്ന സംശയമാണ് ജേക്കബ് സാറടക്കം ഉള്ള ആളുകൾ ഉയർത്തിയിട്ടുള്ളത്. അതിൻ്റെ ചെറിയൊരു പരിപ്രേക്ഷ്യമാണ് ഈ പറയുന്ന പോലെ ആൻ്റണിയും ഒക്കെ പറഞ്ഞിട്ടുള്ളത് എന്നാണ് യാഥാർത്ഥ്യം. ഇതിൻ്റെ പുറത്ത് വളരെ വിശദമായിട്ടുള്ള വിശദീകരണങ്ങളിലേക്ക് കിടക്കേണ്ടത് കോൺഗ്രസ് ആണ്. കാരണം ഇത്തരത്തിലുള്ള നിലപാടുകൾ എടുത്താൽ, കമൽനാഥൊക്കെ ഈ പറയുന്ന പോലെ സോഫ്റ്റ് ഹിന്ദുത്വ നിലപാടുകൾ എടുത്തതുകൊണ്ട് എങ്ങനെയാണ് ഉത്തരേന്ത്യയിൽ തകർന്നതുപോലെ തന്നെ ഇവിടെയും ഇത്തരത്തിലുള്ള നിലപാടുകൾ എടുത്താൽ മതേതര കോൺഗ്രസ്സുകാർ മാത്രമല്ല, മതേതരരായി നിൽക്കുന്ന മറ്റു പാർട്ടികളിലുള്ള ആളുകൾ വരെ ഞങ്ങൾ ഇനി എന്തിനാണ് അങ്ങനെ നിൽക്കുന്നത്, ഞങ്ങൾക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് എന്ത് ചെയ്യാം, ഒരു പോളറൈസേഷൻ ഉണ്ടാകാം എന്ന് പറയുന്ന സാധ്യതകളുണ്ട്. അതിൻ്റെ സിംറ്റംസ് ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ ഉണ്ടാകും എന്ന റിസൾട്ടിൽ നമുക്ക് വെളിവാക്കപ്പെടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതുവരെ പുറത്തിറങ്ങിയിട്ടുള്ള നിരവധി സർവേകളെല്ലാം തന്നെ പറയുന്നത് തെക്കൻ കേരളവും വടക്കൻ കേരളത്തിലും 2 തരത്തിലുള്ള ട്രെൻഡുകൾ ഉണ്ടാകുമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഈ പറഞ്ഞ പോലെ വിഭാഗീയതയുടെ തുടക്കം ഇട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് കോൺഗ്രസിനെ നശിപ്പിക്കാൻ പോകുന്നൊരു കാര്യമാണെന്നും യഥാർത്ഥത്തിൽ CPM അടക്കം അത് ഡാമേജ് ഉണ്ടാക്കാൻ പോകുന്നൊരു കാര്യമാണെന്നും വർഗീയ ശക്തികൾക്ക് വളരാൻ കഴിയുന്ന ഒരു വളക്കൂറുള്ള കാര്യമായി അത് മാറുമെന്നും, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ മാറുമെന്നുമുള്ള ഒരാശങ്കകൾ കൂടി, ഈ പറഞ്ഞ പോലെ ആശങ്കകൾക്ക് അടിസ്ഥാനമുണ്ട് എന്നുള്ളത് കൂടിയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇതൊക്കെ യാഥാർത്ഥ്യമാകാതിരിക്കട്ടെ എന്ന് നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നു.